الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ട ഏറ്റവും അത്ഭുതം തോന്നിയ സംഗതി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ഒട്ടിച്ചേർന്ന് കഴിഞ്ഞ, നബിയുടെ ചൂടും സുഗന്ധവും അറിഞ്ഞ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഉബൈദ് ബിൻ ഉമൈർ എന്ന താബിഈ ചോദിച്ച ചോദ്യമാണത്. അഖ്ബിരീന ബിഅഅജബി ശൈഇൻ റഅയ്തിഹി മിൻ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഉമ്മ കുറച്ചു നേരം നിശബ്ദയായി, മിണ്ടാതിരുന്നു. കാരണം ആ റസൂലിന്റെ ജീവിതം മുഴുവൻ അത്ഭുതമാണ്. ആ അത്ഭുതങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്നും ഏറ്റവും അത്ഭുതം തോന്നിയ സന്ദർഭം ഏതാണ്? നമ്മുടെ ഉമ്മ പറഞ്ഞു തുടങ്ങി, ലമ്മാ കാന ലൈലതു മിനൽ ലയാലി, ഒരു രാത്രി, അത് എന്റെ രാത്രിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള രാത്രിയാണ്. നബി എന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, യാ ആയിഷത്തു ദരീനി അതഅബ്ബദു ലൈലത ലിറബ്ബി, ഈ രാത്രി ആയിഷ നീ എന്നെ ഒന്ന് ഫ്രീ ആക്കി തരണം, എനിക്ക് എന്റെ റബ്ബിന്റെ കൂടെ ഇരിക്കണം. ഈ രാത്രി അള്ളാഹുവിനെ ഇബാദത്തുമായിട്ട് കഴിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആയിഷ ബീവി പറഞ്ഞു, വല്ലാഹി ഇന്നി ലഉഹിബ്ബു ഖുർബക, നബിയെ നിങ്ങളുടെ സാന്നിധ്യം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. വഉഹിബ്ബു മാ സർറക, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ആയിഷ ബീവി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു ചെയ്തു നിസ്കരിക്കാൻ നിന്നു. രാത്രി നിസ്കാരമാണ്. ഫലം യസൽ യബ്കി ഹത്താ ബല്ല ഹിജ്റഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചിട്ട് നബിയുടെ വസ്ത്രം നനഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണീര് കൊണ്ട് നബി ഉടുത്ത വസ്ത്രം നനഞ്ഞു. ثم بكى فلم يزل يبكي حتى بل لحيته, നബി കരഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി രോമങ്ങൾ നനഞ്ഞു. ثم بكى فلم يزل يبكي حتى بل الارض, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണീര് കൊണ്ട് നബി നിസ്കരിക്കുന്ന ഇടം നനഞ്ഞു, ആ മണ്ണ് നനഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഫജ്റിന് സമയമായിട്ടുണ്ട്, നബിയെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുന്നതാണ് ബിലാൽ കാണുന്നത്. ബിലാൽ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ലിമ തബ്കി,
അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങളുടെ മുൻകഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തന്നിട്ടില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അപ്പൊ തെറ്റുകൾ ആലോചിച്ചിട്ടാണോ നബി കരയുന്നത് എന്നാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹുവിന്റെ സംശയം. അപ്പൊ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബിലാലെ, ഇബാദത്തിന് വേറൊരു വശം കൂടിയുണ്ട്. അഫല അകൂന അബ്ദൻ ശകൂറ, അഫല അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ട ബിലാൽ. പ്രിയപ്പെട്ടവരെ, റമദാൻ അത് വിടവാങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന അതിഥി നമ്മളോട് സലാം പറഞ്ഞ് തിരിച്ചു മടങ്ങുകയാണ്. നമ്മുടെ മനസ്സ് വിങ്ങുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. ആ വിരുന്നുകാരനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക. അടുത്ത വർഷം റമദാൻ വരുമ്പോൾ സ്വീകരിക്കാൻ നമ്മൾ ഉണ്ടാകുമോ? അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ എത്ര സമയം ചെലവഴിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹുവിനോട് ചോദിച്ച ചോദ്യം നമ്മുടെ മനസ്സിനെ നടുക്കേണ്ട ചോദ്യമാണ്. അഫല അകൂന അബ്ദൻ ശകൂറ, ബിലാൽ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകേണ്ട ബിലാൽ. ആ ചോദ്യം നമ്മുടെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്യണം, നമ്മളെ പിടിച്ചു കുലുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റബ്ബ് നമ്മളെ കാത്തിരിക്കുകയാണ്. അള്ളാഹു കൈകൾ നീട്ടിയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കാൻ. ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ. പകല് തെറ്റ് ചെയ്ത ആൾക്കാർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു രാത്രിയിൽ കൈ നീട്ടിയിരിക്കുകയാണ്. വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ. രാവിൽ തെറ്റ് ചെയ്ത ആൾക്കാർക്ക് മാപ്പ് കൊടുക്കാനായിട്ട് അള്ളാഹു പകലിലും കൈ നീട്ടിയിരിക്കുകയാണ്. ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ. സൂര്യൻ പടിഞ്ഞാറുദിക്കുന്നത് വരെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ റബ്ബ് നമ്മളോട് കാണിച്ച കാരുണ്യം എത്രയാണ്! ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു റബ്ബ് നമുക്കുണ്ടായിട്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, നമ്മുടെ തിന്മകൾ മായ്ച്ചു കളയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ എത്ര വലിയ നഷ്ടക്കാരായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ മുകളിൽ കയറുമ്പോൾ പറഞ്ഞ ആമീൻ നമ്മൾ മറക്കാൻ പാടില്ല. റഹിമ അൻഫു റജുൽ ദഖല അലൈഹി റമദാൻ ثم انسلخ قبل ان يغفر له. ഒരാളുടെ ജീവിതത്തിലേക്ക് റമദാൻ വന്നു. റമദാനിന്റെ 29-30 ദിവസങ്ങൾ അയാൾ കഴിച്ചുകൂട്ടി. ആ റമദാൻ തിരിച്ചുപോയി, ആ റമദാൻ മടങ്ങിപ്പോയി. ഓന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല. ഒന്ന് നശിക്കട്ടെ എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനക്കാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞത്. ആ പ്രാർത്ഥന നമ്മൾ മറക്കാൻ പാടില്ല. ഇപ്പോ നമ്മളൊക്കെ ഒരു സേഫ് സോണിലാണെന്നാണ് നമ്മളൊരു ധാരണ. ഞാനൊക്കെ എങ്ങനെങ്കിലുമൊക്കെ കഴിച്ചിലാകും, ഞാനൊക്കെ രക്ഷപ്പെടും, ഞാൻ തിരക്കടില്ല, ഉഷാറാണ്, റമദാനിൽ കുറച്ചൊക്കെ ഇബാദത്തുകളിൽ സജീവമായിട്ടുണ്ട് എന്ന ഒരു ധാരണയിലാണ് നമ്മൾ ഉള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അവസാന സമയങ്ങളിലാണ് ഉമർ റളിയല്ലാഹു അൻഹു വന്ന് കണ്ടിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഉമർ റളിയല്ലാഹു അൻഹു പുകഴ്ത്തുകയാണ്, നിങ്ങൾ അമീറുൽ മുഅ്മിനീനാണ്. അബൂബക്കർ മരിച്ചതിന് ശേഷം പിന്നെ ആരാണ് ഖലീഫ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഉമർ എന്നത് സഹാബിമാരുടെ ഏക സ്വരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ നബി പൂർണ്ണ സംതൃപ്തനാണ്. എല്ലാവരും നബിയെ കളവാക്കിയ സമയത്ത് നബിന്റെ കൂടെ ചേർന്ന് നിന്ന ആളാണ് നിങ്ങൾ. ഇങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ഭൂമി മുഴുവൻ സ്വർണം കിട്ടിയിട്ട് ആ സ്വർണം മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടെങ്കിലും ഉമറിനെ രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അബൂലുലുവിന്റെ കുത്ത് കിട്ടിയിട്ട് മകൻ അബ്ദുള്ളയുടെ മടിയിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. മടിയിൽ തല വെച്ച് കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനോട് പറയാണ്, മോനെ, ഉപ്പാന്റെ തല എടുത്തിട്ട് നീ ആ മണ്ണിലേക്ക് ഇറക്കി വെക്ക്, നിന്റെ മടിയിൽ നീ തല എടുത്തിട്ട് താഴേക്ക് ഇറക്കി വെക്ക്. ഉപ്പ കിടക്കുന്ന ആ കോലം കണ്ടിട്ടെങ്കിലും അള്ളാഹുവിന് ഉമറിനോട് കാരുണ്യം തോന്നിയാൽ ഞാനാണ്. ആരാണ് ഉമർ? ലൗകാന ബഅദി നബിയ്യ ലകാന ഉമർ. എനിക്ക് ശേഷം ഒരു നബി വരുമായിരുന്നുവെങ്കിൽ, എനിക്ക് ശേഷം പിന്നെ ഒരു നബി വരാനില്ല, അങ്ങനെ ഒരു നബി വരാനുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ ഓൻ ദീനിൽ നിന്ന് പുറത്താൻ, കാഫിറാൻ. അങ്ങനെ ഒരു നബിയെ അള്ളാഹു നിയോഗിക്കുമായിരുന്നുവെങ്കിൽ അത് ഉമർ ആകുമായിരുന്നു എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്വർഗ്ഗക്കാരായ 10 ആൾക്കാരെ എണ്ണി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് എണ്ണിയ പേര് ഉമറിന്റെ പേരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ ആ വഴിയിലൂടെ ശൈത്താൻ വരൂല എന്നാണ് പറഞ്ഞത്.
അതൊരു ആലങ്കാരിക പ്രയോഗമൊന്നുമല്ല. അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈമാനാണ്. ഉമർ നടക്കുന്ന വഴിയിലൂടെ നടക്കാൻ ശൈത്താന് പേടിയെന്നാ പറഞ്ഞത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഉഷാറാണ്, ഞങ്ങൾ കഴിച്ചിലായിട്ടുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്കാണ് എന്നുള്ള ധാരണയിലായിരുന്നില്ല സ്വഹാബിമാരുണ്ടായിരുന്നത്. ആ ഒരു പേടിയും ബേജാറും നമുക്കും ഉണ്ടാകണം. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ നമ്മുടെ നോമ്പൊക്കെ 100% പെർഫെക്റ്റ് ആയിരുന്നു? 100% എന്റെ നോമ്പ് ഓക്കെയാണ്, അത് അള്ളാഹു എന്തായാലും സ്വീകരിക്കും, അതിന് ഞാൻ അർഹനാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഈ നോമ്പിന്റെ ഇടയിൽ കാണാൻ പാടില്ലാത്ത നമ്മൾ കണ്ടിട്ടില്ലേ? കേൾക്കാൻ പാടില്ലാത്ത കേട്ടിട്ടില്ലേ? പറയാൻ പാടില്ലാത്ത പറഞ്ഞിട്ടില്ലേ? നമ്മുടെ രാത്രി നിസ്കാരങ്ങൾ 100% ഉഷാറാണ് എന്ന് പറയാൻ അവകാശം ഉന്നയിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ആർക്കാ പറ്റുക? ഉറങ്ങി തൂങ്ങി മയങ്ങി ഒക്കെ നിസ്കരിച്ച ആൾക്കാരല്ലേ നമ്മൾ. ആ നിസ്കാരങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എന്തുറപ്പാ നമുക്കുള്ളത്? നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മനസ്സൊന്ന് പതറിയിട്ടുണ്ടാകും, ആ സ്വതക്കയിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അതൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞിട്ട് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. അള്ളാഹു നമ്മുടെ പരിശ്രമങ്ങൾ നമ്മൾ സ്വീകരിക്കട്ടെ. റമളാൻ തീർന്നിട്ടില്ല. റമളാന്റെ അവസാനത്തെ 10 ഉണ്ടായി കഴിഞ്ഞാല് പിന്നെ ആളുകൾ ഒരു സാവകാശം തറകിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. അത് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഉഷാറാകേണ്ട സമയമാണ്. ആദ്യത്തെ 2 10കളെക്കാളും കൂടുതൽ സജീവമായി, കൂടുതൽ ഉണർവോടുകൂടി, ഉന്മേഷത്തോടുകൂടി നമ്മൾ പണിയെടുക്കേണ്ട അവസാനത്തെ 10 ദിവസങ്ങളിലും അവസാനത്തെ രാവുകളിലും പകലുകളിലുമാണ് നമ്മൾ ഉള്ളത്. ഈ റമളാൻ ഒരു 20-25 കണ്ട് കഴിഞ്ഞാല് പിന്നെ പള്ളിയിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങിയിട്ട് അങ്ങാടിക്കാ പോവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരു സഹാബി ചോദിക്കാണ്, യാ റസൂലല്ലാഹ് അയ്യുൽ ബിഖാഇ ഖൈർ, ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്, ഏറ്റവും നല്ല ഇടം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല. അല്ലെ, വഹി ഉണ്ടെങ്കിലേ അല്ലാഹുവിന്റെ റസൂൽ സംസാരിക്കുള്ളൂ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ലാ അദ്രി, എനിക്കറിയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ മനുഷ്യന്റെ രണ്ടാമത്തെ ചോദ്യം, അയ്യുൽ ബിഖാഇ ശർ, ഈ ഭൂമിയിലെ ഏറ്റവും മോശപ്പെട്ട ഇടം ഏതാണ്? ലാ അദ്രി, എനിക്കറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യം ജിബ്രീലിനോട് ചോദിച്ചു. അപ്പൊ ജിബ്രീലും പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല. കാരണം അല്ലാഹു വഹി കൊടുക്കുകയാണ്, അഖ്ബിർഹു അന്ന ഖൈറൽ ബിഖാഇ അൽ മസാജിദ് വ അന്ന ശർറൽ ബിഖാഇ അൽ അസ്വാഖ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം, ഈ ഭൂമിയിലെ ഏറ്റവും നല്ല സ്ഥലം അത് അല്ലാഹുവിന്റെ പള്ളികളാണ്, മസ്ജിദുകളാണ്. ഏറ്റവും മോശപ്പെട്ട ഇടം അത് അങ്ങാടികളാണ് എന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ വഹി എത്തിച്ചു കൊടുത്തു. എന്താ ഈ അങ്ങാടിന്റെ പ്രത്യേകത? എല്ലാ തല്ലും തിരക്കും നടക്കൽ എവിടെയാണ്? അങ്ങാടിയിലാണ്. അവിടെ പോയാല് ചീത്ത വിളിക്കുന്നത് കേൾക്കാം, പരസ്പരം തെറി വിളിക്കുന്നത് കേൾക്കാം, കളവും വഞ്ചനയും ചതിയും ഒക്കെ നടക്കൽ അങ്ങാടിയിലാണ്. ആണും പെണ്ണും കൂടിക്കരൽ അങ്ങാടികളിലാണ്. പള്ളികൾ നിസ്കരിക്കാനുള്ള ഇടമാണ്, അത് സുജൂദും റുകൂഉം ചെയ്യാനുള്ള ഇടമാണ്, അത് ഇബാദത്തുകൾക്കുള്ള കേന്ദ്രമാണ്. അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ഉത്ബോധനങ്ങളാണ് അവിടെ നടക്കുന്നത്. അള്ളാഹുവിനെ ഓർക്കുന്ന മനുഷ്യരാണ് പള്ളിയിൽ ഉണ്ടാവുക. ആ പള്ളികളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം. നമ്മൾ റമളാന്റെ അവസാനത്തെ 10 ആയി കഴിഞ്ഞാല് നേരെ അങ്ങാടികളിലേക്കാണ് പോകുന്നത്. ഈ ടെക്സ്റ്റൈൽസുകളിലേക്കൊക്കെ പോയി നോക്കിയാല് അത്ഭുതം തോന്നി, എന്താ അവിടെക്കുള്ള തിരക്ക്. ഈ അവസാന രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രികളിൽ ഈ ഉമ്മത്ത് തെരുവുകളിലാണ് ഒരു പുതിയ വൈബുകൾ അന്വേഷിച്ച് നടക്കാൻ. ഉപ്പിലിട്ടത്, കുലുക്കിയ സർബത്ത്, കുലുക്കാത്ത സർബത്ത്, എന്നിട്ട് ഇതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക. രാത്രി നിസ്കാരമില്ല, ഇശാ ജമാഅത്തില്ല. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നമ്മൾ തിരുത്തണം. കുറച്ചും കൂടിയൊക്കെ ഉണർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് പറ്റണം. അപ്പോ റമളാൻ തീർന്നു എന്ന് നമ്മൾ വിചാരിക്കരുത്. റമളാൻ ഈ ബാക്കിയുള്ള ദിവസങ്ങൾ അമൂല്യമായ ദിവസങ്ങളാണ്. നമ്മൾ പറയുന്നില്ല എത്ര പെട്ടെന്നാണ് റമളാൻ തീർന്നു പോയത്, എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കൊഴിഞ്ഞു പോയത്. അതുപോലെ നമ്മുടെ ആയുസ്സും തീർന്നു പോകും, നമ്മുടെ ജീവിതവും തീർന്നു പോകും. കോടിക്കണക്കിന് നമ്മൾ ചെലവഴിച്ചാൽ നമുക്ക് കിട്ടാത്തതാണ്, ഒരിക്കലും മടങ്ങി വരാത്തതാണ് നമ്മുടെ ആയുസ്സും ജീവിതവും എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ദുനിയാവ് മുഴുവൻ കൊടുത്താലും ഒരാൾക്ക് മരിക്കാതിരിക്കാൻ പറ്റൂല.
ഈ ദുനിയാവിന് അള്ളാഹു വലിയ വിലയും കൊടുത്തിട്ടില്ല. ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ മാ സഖാ കാഫിറൻ മിൻഹാ ശുർബത മാ. ഈ ദുനിയാവിൽ അള്ളാഹു ഒരു കൊതുകിന്റെ ചിറകിന്റെ വില കൊടുത്തിരുന്നുവെങ്കിൽ ഒരു കാഫിറായ മനുഷ്യൻ ഇവിടുന്ന് ഒരു മുറുക്ക് വെള്ളം കുടിക്കൂല എന്നാണ് പറഞ്ഞത്. കാരണം ആ ഒരു മുറുക്ക് വെള്ളത്തിന് ഓന് അർഹനല്ല. ഓനക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് ഓനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനെ നിഷേധിക്കുന്ന ഒരു മനുഷ്യന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള യോഗ്യതയില്ല, അർഹതയില്ല. പക്ഷെ ദുനിയാവിൽ അള്ളാഹു ആ വില കൊടുത്തിട്ടില്ല. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില അള്ളാഹു ദുനിയാവിന് കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ കാഫിറായ ഒരു മനുഷ്യന് ഒരു തുള്ളി വെള്ളം അള്ളാഹു കുടിപ്പിക്കൂല എന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്ര വില പോലും ഇല്ലാത്ത ദുനിയാവിന്റെ പിന്നാലെ ഓടിയിട്ട് നമുക്ക് രാത്രി നിസ്കരിക്കാൻ നേരമില്ല, ഖുർആൻ ഓതാൻ സമയമില്ല. ഈ തുച്ഛമായ ദുനിയാവിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ സഹിക്കുന്നുണ്ട്, എന്തൊക്കെ റിസ്ക് എടുക്കുന്നുണ്ട് ഇവിടുത്തെ ലാഭങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടിയിട്ട്. ഇപ്പൊ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് മിഠായി തെരുവില് ഒരു ഷോപ്പ് കൊടുത്ത ഓഫർ നമ്മൾ കണ്ടിട്ടുണ്ടാകും. 1 രൂപന്റെ നോട്ടേറ്റ് പോയാല് 2500 റുപ്യന്റെ ഷൂ കിട്ടും എന്ന് പറഞ്ഞിട്ട് എത്ര മനുഷ്യന്മാരാണ് അവിടെ കൂടിയത്, എത്ര ആൾക്കാരാ തടിച്ചു കൂടിയത്. എന്താ അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന മെച്ചം? 2500 റുപ്യന്റെ ഒരു ഷൂ കിട്ടും. അള്ളാഹ് തന്ന ഓഫറുകൾക്ക് നമ്മൾ എന്ത് വില കൊടുത്തിട്ടുള്ളത്? മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഈമാനോട് കൂടി അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കൂലി കൊതിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഓന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നാ പറഞ്ഞത്. മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമുൽ ലൈല. ആരെങ്കിലും ഇമാമിന്റെ കൂടെ ആ ഇമാമ് പിരിയുന്നത് വരെ നിന്ന് നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലി ഓർക്കുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ഹർഫ് ഓതിയാല് 10 കൂലി കിട്ടുന്ന ഒരു കിതാബ് നമ്മുടെ കയ്യിലുണ്ട്. ആ കിതാബ് ഓതാൻ നമുക്ക് എത്ര സമയമുണ്ട്? അതിനു വേണ്ടിയിട്ട് നമ്മൾ എത്ര സമയം ചെലവഴിച്ചിട്ടുണ്ട്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രാത്രി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഇപ്പൊ റമദാന്റെ ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഖുർആൻ മര്യാദക്കൊന്ന് കൈകൊണ്ട് തൊട്ട് പാരായണം ചെയ്യാൻ കഴിയാത്തവർ നമ്മുടെ കൂട്ടത്തിലില്ലേ? ഒരു ജുസ്ഉ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർ നമ്മുടെ കൂടെ ഇല്ലേ? എന്താ? നമുക്ക് തിരക്കാൻ, നമ്മൾ ഓടിക്കൊണ്ടിരിക്കാൻ. എത്ര കാലം നമ്മൾ ഈ ഓട്ടം ഓടുമെന്നത് നമ്മൾ ആലോചിക്കുക. പ്രിയപ്പെട്ടവരെ, തുടക്കത്തെക്കാളും ആവേശം അവസാനത്തിൽ നമുക്ക് വേണം. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. അല്ലാഹു കർമ്മങ്ങൾ പരിഗണിക്കുക അതിന്റെ പര്യവസാനം നോക്കിയിട്ടാണ്. ഒരു 1500 മീറ്റർ ഓട്ട മത്സരം നടക്കാൻ ആദ്യത്തെ ലാപ്പുകളൊക്കെ നല്ല ഉഷാറായിട്ട് ഓടിയിട്ട് അവസാനത്തെ ലാപ്പിൽ തളർന്ന് പറകോട്ട് മാറുന്ന ഒരു മത്സരാർത്ഥിയെ പറ്റിയിട്ട് നമ്മളെ അഭിപ്രായം എന്താണ്? ഞാൻ തുടക്കത്തിലൊക്കെ നല്ല ഉഷാറായിട്ട് ഓടിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കുവോ? ആ അവസാന ലാപ്പിൽ കൂടുതൽ ആവേശത്തോടു കൂടി നമ്മൾ പണിയെടുക്കുക. അൽ മുഅ്മിനു യമൂതു ബിഅറഖിൽ ജബീൻ. നെറ്റിത്തടത്തിൽ വിയർപ്പുള്ളവനായിട്ടാണ് ഈമാനുള്ള ഒരു മനുഷ്യൻ മരിക്കാന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിന്റെ ഒരു ശർഹ്, അവൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നവനായിരിക്കും, വിശ്രമിക്കാതെ പണിയെടുക്കുന്നവനായിരിക്കും. ആ പണിയെടുക്കുന്നതിന്റെ ഇടയിലായിരിക്കും ഓൻ മരിക്കാനാണ്. അതാണ് ഈമാനുള്ള ഒരു മനുഷ്യന്റെ മരണത്തിന്റെ അടയാളമായിട്ട്, ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ നന്നായിട്ട് അധ്വാനിക്കുക, നന്നായിട്ട് പരിശ്രമിക്കുക, വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടേയിരിക്കുക. സ്വർഗത്തിന്റെ 8 വാതിലുകളെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാൻ. ബാബു സ്വലാ, അത് നിസ്കാരക്കാർക്ക് പ്രവേശിക്കാനുള്ള വാതിലാണ്. ബാബുൽ ജിഹാദ്, ജിഹാദ് ചെയ്തവർക്കുള്ള വാതിലാണ്. ജിഹാദിൽ മുന്നേറിയ മനുഷ്യന്മാർക്ക് കടക്കാനുള്ളതാണ്. ബാബു റയ്യാൻ, അത് നോമ്പുകാർക്കുള്ളതാണ്. ബാബു സ്വദഖ, സ്വദഖയുടെ കാര്യത്തിൽ മികവ് കാണിച്ച ആൾക്കാർക്കുള്ളതാണ്. ഇങ്ങനെ ഓരോ വാതിലുകളെ എണ്ണി പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലായ 8 വാതിലുകളിലൂടെയും സ്വർഗത്ത് പ്രവേശിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമോ? അർജു അൻ തകൂന മിൻഹും യാ അബൂബക്കർ, നീ അവരുടെ കൂട്ടത്തിൽ പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന അബൂബക്കർ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ വാതിലുകളിലൂടെ ഒക്കെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റണം. പ്രത്യേകിച്ച് ബാബുർ റയ്യാൻ, അത് നോമ്പുകാർക്കുള്ള വാതിലാണ്. നോമ്പുകാരല്ലാതെ വേറെ ആരും ആ വാതിലൂടെ പ്രവേശിക്കുകയില്ല. ആ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.